ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോസിറ്റീവ് കൗൺസിലർ. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് വളരെ രുചികരമായ ഒരു വിഭവമാണ്. സ്പൈസി ഫുഡ് ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഫുഡാണിത്. അധികം എരിവ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഈ റെസിപ്പിയിൽ നേരെ വ്യത്യാസം വരുത്തേണ്ടതായിട്ട് വരും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പോസിറ്റീവ് കൗൺസിലർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത ബെല്ലൈക്കണിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ എഗ് മക്രോണിക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് മക്രോണി 1/2 കിലോ, മുട്ട 3 എണ്ണം, ഇതിൽ 2 എണ്ണം പുഴുങ്ങിയെടുക്കണം. ഒരെണ്ണം നമുക്ക് ഇപ്പോൾ മസാലക്കൊപ്പം ചേർക്കാനാണ്. സവാള 2 എണ്ണം, തക്കാളി 1 എണ്ണം, ക്യാപ്സിക്കം 1, പച്ചമുളക് 2 എണ്ണം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, സോൾട്ട്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇത് 3 എണ്ണവും 1/4 ടീസ്പൂൺ വീതം എടുക്കണം. പിന്നെ 3 സോസുകളും വേണം. സോയാ സോസ്, ടൊമാറ്റോ സോസ്, ചില്ലി സോസ് ഇത് 3ഉം ഓരോ ടീസ്പൂൺ വീതം എടുക്കണം. ബട്ടർ, സൺഫ്ലവർ ഓയിൽ. ആദ്യം മക്രോണി നല്ലപോലെ കഴുകിയെടുക്കണം. ഒരു പാനിൽ വെള്ളവും ഉപ്പും ചേർത്ത് പതക്കുമ്പോൾ അതിലേക്ക് ഈ കഴുകി വെച്ച മക്രോണി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കണം. സ്റ്റിക്കി ആവാതിരിക്കാനായിട്ട് ഓയിൽ ഒഴിക്കുന്നത്. ഇത് ഒരു 5-6 മിനിറ്റ് വെന്താൽ മതി, കൂടുതൽ വെന്ത് പോകരുതേ. ഇപ്പോൾ നമ്മുടെ മക്രോണി ഒരു 85% വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയാം. ഇതിലേക്ക് കുറച്ച് ടാപ്പ് വാട്ടർ കൂടി ഒഴിച്ചു കൊടുക്കണം, എന്നാലേ ഇത് ഒന്നിനോടൊന്ന് തൊടാതെ കിട്ടൂ. ഒരു കടായി സ്റ്റവിൽ വെച്ച് അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാളയുടെ പച്ചമണം ഒന്ന് മാറി വരട്ടെ. ഈ പച്ചമുളക് ഇടാം, കൂടെ പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി തക്കാളി ഇട്ട് വാടി വരുമ്പോൾ നമുക്ക് മുട്ട ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സായി വരട്ടെ. ഇനി ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഇനി നമുക്ക് സോസുകൾ ചേർക്കാം. ഒരു പീസ് ബട്ടറും കൂടെ ആഡ് ചെയ്യണം. ഇളക്കി അതിനുശേഷം മക്രോണി ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സാക്കാം. മസാല എല്ലാം മക്രോണിയിൽ പിടിക്കുന്ന രൂപത്തിൽ നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കണം. ഇതിൽ നമുക്കിനി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. പുഴുങ്ങി എടുത്തിട്ടുള്ള മുട്ട ഇങ്ങനെ സ്ലൈസ് ചെയ്ത് അതിൽ കുറച്ച് കുരുമുളക് തൂവി വെച്ചിട്ടുണ്ട്. സെർവ് ചെയ്യുമ്പോൾ മക്രോണിയുടെ മുകളിൽ വെച്ച് കൊടുക്കാം. നമ്മുടെ സ്പൈസി എഗ് മക്രോണി റെഡിയായി. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി വരുന്നതാണ്.